ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 54. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ: സംഖ്യയുടെ പുസ്തകം അധ്യായം 3, നിയമാവർത്തനം 3-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 87. വചന വായന നാം ആരംഭിക്കുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. സംഖ്യ അധ്യായം 3. കർത്താവ് സീനായി മലയിൽ വച്ച് മോശയോട് സംസാരിച്ച വേളയിൽ അഹറോന്റെയും മോശയുടെയും വംശാവലി ഇവയായിരുന്നു. അഹറോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ആദ്യജാതനായ നാദാബും അബീഹു, എലിയാസർ, ഇത്താമർ എന്നിവരും. പുരോഹിത വൃത്തി ചെയ്യുന്നതിന് പ്രതിഷ്ഠിതരായ അഭിഷിക്ത പുരോഹിതരായ അഹറോന്യരുടെ പേരുകളാണിവ. എന്നാൽ സീനായി മരുഭൂമിയിൽ വച്ച് കർത്തൃസന്നിധിയിൽ നാദാബും അബീഹുവും നിഷിദ്ധാഗ്നി അർപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മൃതിപ്പെട്ടു. അവർക്ക് പുത്രന്മാരില്ലായിരുന്നു. എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോന്റെ സാന്നിധ്യത്തിൽ പുരോഹിത വൃത്തി ചെയ്തു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ലേവി ഗോത്രത്തെ അടുത്തു വരുത്തി പുരോഹിതനായ അഹ്റോന്റെ മുമ്പിൽ നിർത്തുക. അവർ അവനെ സേവിക്കട്ടെ. ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായുള്ള അവന്റെ ചുമതലയിലും സമാഗമ കൂടാര സന്നിധിയിലുള്ള സമൂഹം മുഴുവൻ്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരാകട്ടെ. സമാഗമ കൂടാരത്തിലെ സകല ഉപകരണങ്ങളിലും ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഇസ്രായേല്യരുടെ ചുമതലയിലും അവർ ശ്രദ്ധിക്കട്ടെ. അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി ലേവായരെ നീ നിയോഗിക്കുക. ഇസ്രായേല്യരിൽ നിന്ന് അവന് വിശേഷവിധിയായി നൽകപ്പെട്ടവരാണവർ. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നിയമിക്കുകയും അവർ തങ്ങളുടെ പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യണം. എന്നാൽ അതിന് മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇതാ, ഇസ്രായേല്യരിൽ നിന്ന് ഗർഭപാത്രം തുറക്കുന്ന ഓരോ ആദ്യജാതനും പകരമായി ഇസ്രായേല്യർക്കിടയിൽ നിന്ന് ലേവായരെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ലേവായർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ ഓരോ ആദ്യജാതനും എൻ്റേതാണ്. ഈജിപ്ത് ദേശത്തെ ഓരോ ആദ്യജാതനെയും ഞാൻ പ്രഹരിച്ച ദിവസം ഇസ്രായേലിലെ മനുഷ്യൻ മുതൽ മൃഗങ്ങൾ വരെയുള്ള ഓരോ ആദ്യജാതനെയും എനിക്കായി ഞാൻ വേർതിരിച്ചു. അവർ എൻ്റേതാണ്. ഞാനാണ് കർത്താവ്. സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ലേവ്യരെ അവരുടെ പിതൃഭവനമനുസരിച്ചും കുടുംബങ്ങളനുസരിച്ചും നീ എണ്ണുക. 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷനുമായാണ് നീ അവരെ എണ്ണേണ്ടത്. കൽപ്പിക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. ലേവിയുടെ പുത്രന്മാർ തങ്ങളുടെ പേരുകളനുസരിച്ച് ഇവരാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ലിബിനി, ഷിമയി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് കൊഹാത്തിന്റെ പുത്രന്മാർ: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ: മഹ്ലി, മൂഷി. പിതൃഭവനമനുസരിച്ച് ലേവി കുടുംബങ്ങൾ ഇവയാണ്: ലിബിനി കുടുംബവും ഷിമയി കുടുംബവും ഗർഷോന്റേതാണ്. ഇവയാണ് ഗർഷോൻ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും എണ്ണമനുസരിച്ചാണ് അവരുടെ അംഗസംഖ്യ. അവരുടെ അംഗസംഖ്യ 7500. ഗർഷോൻ കുടുംബങ്ങൾ ആലയത്തിന് പിന്നിൽ പടിഞ്ഞാറായി പാളയമടിക്കണം. ഗർഷോന്യർക്ക് പിതൃഭവനനായ കൻലായേലിന്റെ മകൻ എലിഫാസ്. സമാഗമ കൂടാരത്തിൽ ഗർഷോന്യരുടെ ചുമതല ആലയം, കൂടാരം, അതിൻ്റെ ആവരണം, സമാഗമ കൂടാര വാതിലിൻ്റെ വിരി, അങ്കണമറകൾ, ആലയത്തോട് ചേർന്നും ബലിപീഠത്തോട് ചേർന്നും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കവാടവിരി, അതിൻ്റെ ചരടുകൾ എന്നിവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. അമ്രാം കുടുംബവും ഇസ്ഹാർ കുടുംബവും ഹെബ്രോൺ കുടുംബവും ഉസിയേൽ കുടുംബവും കൊഹാത്തിൻ്റേതാണ്. ഇവയാണ് കൊഹാത്ത് കുടുംബങ്ങൾ. 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷന്റെയും എണ്ണത്തിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ ശുശ്രൂഷാ ചുമതലയുള്ളവർ 8600. കൊഹാത്തി കുടുംബങ്ങൾ പാളയമടിക്കേണ്ടത് ആലയത്തിൻ്റെ തെക്കുവശം ചേർന്നാണ്. കൊഹാത്ത് കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ ഉസിയേലിൻ്റെ മകൻ എലിസാഫാൻ. അവരുടെ ചുമതല പേടകം, മേശ, വിളക്കുകാൽ, ബലിപീഠങ്ങൾ, അവർ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസർ ലേവി നായകന്മാരുടെ നായകനായിരിക്കും. വിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യവിചാരിപ്പുകാരുടെ മേൽനോട്ടക്കാരൻ.
മഹ്ലി കുടുംബവും മൂഷി കുടുംബവും മെറാറിയുടേതാണ്. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. 1 മാസവും അതിനു മേലും പ്രായമുള്ള ഓരോ പുരുഷന്റെയും എണ്ണമനുസരിച്ച് അവരുടെ അംഗസംഖ്യ 6200. മെറാറി കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ അബിഹയിലിന്റെ മകൻ സൂരിയേൽ. ആലയത്തിന്റെ വടക്കുവശം ചേർന്നാണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയരുടെ ശുശ്രൂഷ ചുമതല ആലയത്തിന്റെ ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ എന്നിവയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവയുടെ എല്ലാ ജോലിയും, ചുറ്റുമുള്ള അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ എന്നിവയും സംബന്ധിച്ചതാണ്. ആലയത്തിന് മുന്നിലായി കിഴക്കുവശത്ത് സമാഗമ കൂടാരത്തിനു മുൻപിൽ ഉദയദിശയിൽ പാളയമടിക്കേണ്ടത് മോശയും അഹറോനും അവൻ്റെ പുത്രന്മാരുമാണ്. ഇസ്രായേലിയരുടെ ആവശ്യത്തിനായി ശ്രീകോവിലിൻ്റെ കാര്യവിചാരിപ്പുകാരാണവർ. എന്നാൽ അതിന് മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശയും അഹറോനും 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷന്റെയും എണ്ണമെടുത്തപ്പോൾ കുടുംബങ്ങളനുസരിച്ച് ലേവായരുടെ മൊത്തം അംഗസംഖ്യ 22,000 കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേലിയരിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ ആൺകടിഞ്ഞൂലിനെയും എണ്ണിത്തിട്ടപ്പെടുത്തുക. അവരുടെ പേരുകളുടെ പട്ടിക തയ്യാറാക്കുക. ഞാനാണ് കർത്താവ്. എനിക്ക് വേണ്ടി നീ ലേവായരെ, ഇസ്രായേലിയരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ ഇസ്രായേലിയരുടെ മൃഗഗണത്തിൽ ഓരോ കടിഞ്ഞൂലിനും പകരമായും എടുക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിയരിലെ ഓരോ ആദ്യജാതനെയും എണ്ണിത്തിട്ടപ്പെടുത്തി. 1 മാസവും അതിനുമേലും പ്രായമുള്ള ആൺകടിഞ്ഞൂലുകൾ മുഴുവൻ പേരുകളുടെ പട്ടികയിൽ ഇവരുടെ അംഗസംഖ്യ അനുസരിച്ച് 22,273 ആയിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, നീ ലേവായരെ ഇസ്രായേലിയരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ അവരുടെ മൃഗഗണത്തിന് പകരമായും എടുക്കുക. ലേവായർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവായർക്കിടയിൽ ശേഷിക്കുന്ന 273 പേരുടെ മോചനദ്രവ്യമായി ഇസ്രായേല്യ കടിഞ്ഞൂലുകളിൽ നിന്ന് പ്രതിശീർഷം 5 ഷെക്കൽ നീ സ്വീകരിക്കണം. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമാണ് നീ സ്വീകരിക്കേണ്ടത്. 1 ഷെക്കൽ 20 ഗേരായാണ്. അവരിൽ അധികമുള്ളവരുടെ മോചനദ്രവ്യമായി ആ പണം അഹറോനും അവൻ്റെ മക്കൾക്കും നീ നൽകണം. ലേവായരാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് പുറമേ ശേഷിക്കുന്നവരിൽ നിന്ന് മോചനത്തുകയായ പണം മോശ സ്വീകരിച്ചു. ഇസ്രായേല്യരുടെ കടിഞ്ഞൂൽ ഗണത്തിൽ നിന്ന് അവൻ സ്വീകരിച്ചത് വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 1365 പണമാണ്. മോചനത്തുകയായ പണം കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അഹറോനും അവൻ്റെ മക്കൾക്കും നൽകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. നിയമാവർത്തനം അധ്യായം 3. നമ്മൾ ബാഷാന്റെ വഴി ലക്ഷ്യമാക്കി കയറി ചെന്നു. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവൻ്റെ ജനം മുഴുവനും എതിറയിൽ വെച്ച് നമ്മെ നേരിടാൻ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവനെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവനെയും അവൻ്റെ ജനം മുഴുവനെയും ദേശവും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ജനം മുഴുവനെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിജീവിക്കുന്നതായി ഒന്നും അവൻ അവശേഷിപ്പിക്കാതെ നമ്മൾ അവനെ പ്രഹരിച്ചു. അവൻ്റെ എല്ലാ പട്ടണങ്ങളും അക്കാലത്ത് നാം പിടിച്ചടക്കി. അവരിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. ബാഷാനിലെ ഓഗിൻ്റെ രാജ്യം അർഗോബ് പ്രവിശ്യ മുഴുവനിലുമുള്ള 60 പട്ടണങ്ങളായിരുന്നു. തുറസായ ഒട്ടനവധി പട്ടണങ്ങൾക്ക് പുറമെ ഉയർന്ന കോട്ടകൾ, ഇരട്ടവാതിലുകൾ, ഓടാമ്പൽ എന്നിവയുള്ള ദുർഗമങ്ങളായ പട്ടണങ്ങളായിരുന്നു ഇവയെല്ലാം. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണത്തിലെയും ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നിവരെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ അവയെ ഉന്മൂലനാചാരവിധേയമാക്കി. എന്നാൽ സകല മൃഗത്തെയും പട്ടണങ്ങളുടെ കൊള്ള മുതലും നമുക്കായി നമ്മൾ കവർന്നെടുക്കുകയുണ്ടായി. അർണോൺ അരുവി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം ജോർദാന്റെ മറുകരയുള്ള 2 അമോര്യ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അക്കാലത്ത് നമ്മൾ പിടിച്ചെടുത്തു. സീദോൻകാർ ഹെർമോണിനെ വിളിക്കുന്നത് സിറിയോൺ എന്നാണ്. അമോര്യർ അതിനെ സെനീർ എന്ന് വിളിക്കുന്നു. ബാഷാനിലെ ഓഗിൻ്റെ പട്ടണങ്ങളായിരുന്നു എല്ലാ സമതല പട്ടണങ്ങളും, ഗലയാദ് മുഴുവനും, സൽക്കായും എതിരേയും വരെയുള്ള ബാഷാൻ മുഴുവനും. റാഫാകളുടെ ശിഷ്ടഭാഗത്തു നിന്ന് ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇതാ അവൻ്റെ കട്ടിൽ ഇരുമ്പ് കട്ടിലായിരുന്നു. അതല്ലേ അമ്മോന്യരുടെ റബായിലുള്ളത്. പുരുഷന്റെ മുഴങ്കൈ അളവിൽ അതിൻ്റെ നീളം 9 മുഴമായിരുന്നു, വീതി 4 മുഴവും. ഇക്കാലത്ത് നമ്മൾ ദേശം കൈവശപ്പെടുത്തി. അർണോൺ അരുവിക്ക് സമീപമുള്ള അരോവർ മുതലും
ഗിലെയാദ് മലയുടെ പകുതിയും അതിൻ്റെ പട്ടണങ്ങളും ഞാൻ റൂബൻകാർക്കും ഗാദുകാർക്കുമായി കൊടുത്തു. ഗിലെയാദിൻ്റെ ബാക്കിയും ഓഗിൻ്റെ രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും ഞാൻ മനാസയുടെ ഗോത്രപാതിക്ക് നൽകി. അർഗോബ് പ്രദേശം എല്ലാം ഉൾപ്പെടുന്ന ബാഷാൻ മുഴുവനും റാഫാകളുടെ ദേശമെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഗഷൂറുകാരുടെയും മക്കാത്തുകാരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം മുഴുവൻ മനാസയുടെ പുത്രൻ യായീർ പിടിച്ചെടുത്ത് അവ തൻ്റെ പേരിനോട് ചേർത്ത് ബാഷാൻ ഹവോത്ത് യായീർ എന്ന് വിളിച്ചു. ഈ ദിനം വരെയും അങ്ങനെ തന്നെ. മാക്കീറിന് ഞാൻ ഗിലെയാദ് കൊടുത്തു. റൂബൻകാർക്കും ഗാദുകാർക്കും ഞാൻ കൊടുത്തത് ഗിലെയാദ് മുതൽ അർണോൺ അരുവിയുടെ മധ്യം വരെയും അമ്മോന്യരുടെ അതിർത്തിയായ യാബോക്ക് അരുവി വരെയുമുള്ള ഭൂവിഭാഗവും കിന്നരത്ത് മുതൽ കിഴക്കോട്ട് പിസ്ഗായുടെ ചരിവുകൾക്ക് താഴെ ഉപ്പുകടലായ അറാബ കടൽ വരെയും ജോർദാനും ഭൂവിഭാഗവും സമതലവും ആയിരുന്നു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: കൈവശമാക്കാനായി ഈ ദേശം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ശക്തന്മാരായ എല്ലാവരും നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരുടെ മുമ്പേ അണിനിരന്ന് മുന്നേറണം. എന്നാൽ നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളമായി കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരർക്കും കർത്താവ് വിശ്രമം നൽകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് ജോർദാന്റെ മറുകരെ അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നത് വരെയാണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവനവൻ്റെ കൈവശഭൂമിയിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. അക്കാലത്ത് ഞാൻ ജോഷുവയോട് ഇപ്രകാരം കൽപ്പിച്ചു: ഈ 2 രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തതെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. നീ കടന്നു ചെല്ലുന്ന ഇടത്തെ എല്ലാ രാജ്യങ്ങളോടും കർത്താവ് അപ്രകാരം തന്നെ ചെയ്യും. നിങ്ങളവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ കർത്താവിനോട് ഇപ്രകാരം കനിവിരന്നു: കർത്താവേ, എൻ്റെ നാഥ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അങ്ങയുടെ ദാസനെ അങ്ങ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നത് പോലെയും ശക്തി പ്രകടമാക്കുന്നത് പോലെയും നിവർത്തിക്കുന്ന ദൈവം ആകാശത്തിലും ഭൂമിയിലും വേറെ ആരുണ്ട്? ഞാൻ കടന്നു ചെന്ന് ജോർദാനക്കരയുള്ള വിശിഷ്ടമായ നാടും ആ മനോഹരമായ മലനിരയും ലെബനോനും കാണാൻ അങ്ങ് അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവിനോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നെ ശ്രവിച്ചില്ല. കർത്താവിനോട് അരുളി ചെയ്തു: മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനിയും എന്നോട് സംസാരിക്കുന്നത് നീ തുടരരുത്. പിസ്ഗാ ശൃംഗം കയറി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നിന്റെ ദൃഷ്ടികൾ ഉയർത്തി നീ തന്നെ നേരിട്ട് കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. നീ ജോഷുവയെ അനുശാസിക്കുക, അവനെ ശക്തിപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവൻ ഈ ജനത്തിനു മുമ്പേ മുന്നേറും. നീ കാണുന്ന ദേശം അവകാശമാക്കാൻ അവനവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ബത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ താമസിച്ചു. സങ്കീർത്തനങ്ങൾ 87. കോരഹ്യരുടേത് കീർത്തനം, ഗീതം. വിശുദ്ധ സ്ഥലത്തിൻ്റെ ഗിരികളിലാണ് അവിടുത്തെ അടിസ്ഥാനം. യാക്കോബിൻ്റെ എല്ലാ നിവാസങ്ങളെയും കാൾ അധികം സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെപ്പറ്റി മഹനീയ കാര്യങ്ങൾ സംസാരിക്കപ്പെടുന്നു. എന്നെ അറിയുന്നവരോടായി റാഹാബിനെയും ബാബിലോണിനെയും ഞാൻ പരാമർശിക്കുന്നു. ഇതാ ഫിലിസ്തിയെയും ടൈറിനെയും ഒപ്പം എത്യോപ്യയെയും. ഇവയോരോന്നും അവിടെ ജന്മമെടുത്തതാണ്. ഓരോ ആളും അവളിലാണ് ജന്മമെടുത്തതെന്ന് സിയോനെക്കുറിച്ച് പറയപ്പെടുന്നു. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിക്കുന്നത്. ജനസംഖ്യ എടുക്കുമ്പോൾ ഓരോരുത്തരും അവിടെ ജന്മമെടുത്തതായി കർത്താവ് കണക്കാക്കും. എൻ്റെ ഉറവകളെല്ലാം നിന്നിലാണെന്ന് നർത്തകരെ പോലെ അവർ പാടുന്നു. പ്രിയപ്പെട്ടവരെ, 54-ാമത്തെ ദിവസം നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലാണ് കർത്താവ് കൈപിടിച്ച് നയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ വചനം വായിക്കാനും ഗ്രഹിക്കാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് എന്നോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വചനചിന്തകളിലേക്ക് കടക്കാം. കാളക്കുട്ടിയെ ആരാധിച്ച സംഭവത്തിന് ശേഷം ഇസ്രായേലിൻ്റെ പൗരോഹിത്യ സംവിധാനത്തിൽ വന്ന മാറ്റം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ആരംഭത്തിൽ ആദ്യജാതന്മാരായിരുന്നു പുരോഹിതന്മാരുടെ ജോലി ചെയ്തിരുന്നത്. സീനായി മലയിൽ വെച്ച് ഉടമ്പടി ചെയ്ത ദിവസം മോശയോട് കൂടി ബലിയർപ്പിക്കാൻ കയറി ചെല്ലുന്ന യുവാക്കളെക്കുറിച്ചുള്ള പരാമർശം ഓർക്കുന്നുണ്ടാവും. അവർ ഒരുപക്ഷെ ആദ്യജാതന്മാരായിരിക്കണം. എന്നാൽ കാളക്കുട്ടിയെ ആരാധിച്ച സംഭവത്തിൻ്റെ ഒടുവിൽ ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ലേവ്യ ഗോത്രം കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ തയ്യാറാകുന്നതും, അന്ന് മുതൽ പുരോഹിത ശുശ്രൂഷയ്ക്കായി 12 ഗോത്രങ്ങളിൽ നിന്ന് ലേവ്യ ഗോത്രം വേർതിരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്നതായും നമ്മൾ കാണുകയാണ്. ജനം മുഴുവൻ പുരോഹിതഗണമാണെന്നാണ്
സീനായി ഉടമ്പടിയിൽ വെച്ച് പുറപ്പാട് 19 ദൈവമായ കർത്താവ് അരുളി ചെയ്തത്. ജനം മുഴുവൻ പുരോഹിതരായിരിക്കുമ്പോൾ തന്നെ, രാജകീയ പുരോഹിത ഗണമായിരിക്കുമ്പോൾ തന്നെ, ആരാധനയുടെ ആചാര ശുശ്രൂഷകൾക്കായുള്ള പുരോഹിതർ ലേവ്യർ മാത്രമാണെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. പുതിയ നിയമത്തിലും മാമോദിസ സ്വീകരിച്ചവരെല്ലാം തന്നെ പുരോഹിതഗണമായിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷാ പൗരോഹിത്യം പ്രത്യേകം വേർതിരിക്കപ്പെട്ടവരെ കൊണ്ടാണ് ദൈവമായ കർത്താവ് രൂപപ്പെടുത്തുന്നത്, റോയൽ പ്രീസ്റ്റ്ഹുഡും മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാര ശുശ്രൂഷയ്ക്കായി ലേവി ഗോത്രം വേർതിരിക്കപ്പെടുമ്പോൾ തന്നെ എല്ലാ ലേവ്യരും പുരോഹിതനായിരുന്നില്ല. പിന്നെ ആരായിരുന്നു പുരോഹിതന്മാർ? അഹറോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു പുരോഹിതന്മാർ. ഇന്ന് ലേവി ഗോത്രത്തിന്റെ പേര് വിവരങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പുരോഹിതരെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. അവർ ആദ്യജാതന്മാർക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും പകരം, നമ്മുടെ കുടുംബങ്ങളിലെ മറ്റെല്ലാവർക്കും പകരം ദൈവസന്നിധിയിൽ നിൽക്കാൻ വിളി കിട്ടിയവരാണ് നമ്മുടെ പുരോഹിതന്മാർ. അവർ നമ്മുടെ പ്രതിനിധികളാണ്. അവർ നമ്മുടെ സ്ഥാനത്താണ് ദൈവത്തിനു മുമ്പാകെ നിൽക്കുന്നത്. ഓർക്കണം, അവർ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നു, അവർ വീഴുമ്പോൾ നമ്മളും വീഴുന്നു. അതുകൊണ്ട് വീഴാതെ നിൽക്കാൻ നമ്മുടെ പുരോഹിതരെ പ്രാർത്ഥന കൊണ്ട് പിടിച്ചു നിർത്തേണ്ടവരാണ് നമ്മൾ എന്ന് ഓർമ്മിക്കാൻ കൂടിയാണ് ഇന്നത്തെ വായനകൾ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡു യു റിയലി പ്രേ ഫോർ യുവർ പ്രീസ്റ്റ്? നിങ്ങളുടെ പുരോഹിതന്മാർക്ക് വേണ്ടി നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ പുരോഹിതന്മാരെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പൗരോഹിത്യം സ്ഥാപിച്ചതിനും നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതരെ തിരഞ്ഞെടുത്തതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ മഹാകരുണയ്ക്ക് മുമ്പിലേക്ക് ഞങ്ങളുടെ പുരോഹിതരെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവരോട് കരുണയാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വീഴാതെ നിൽക്കാൻ, അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ എന്ന്, കൃപ തന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന പാരായണത്തിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കർത്താവിനെ ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ ഓർക്കുകയും ചെയ്യുക. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ.